നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രഘു സർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് മുഴുവൻ പറയാൻ നിങ്ങൾ അനുവദിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലായില്ല. ഏട്ടന്റെ മരണത്തില് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്റെ ഏട്ടൻ തനിയെ മരിച്ചതല്ല. ഏട്ടന് ശിവാനന്ദൻ എന്തായി പറയുന്നത്? സദാനന്ദേട്ടനോട് ആർക്കാ അങ്ങനൊരു വിരോധം? നിത്യേച്ചോട് ആർക്കാ വിരോധം? അയാൾക്ക് തന്നെ വല്യച്ഛനോടും വിരോധം. വല്യച്ഛനെ ജീവേട്ടൻ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെയാ വല്യച്ഛൻ മരിച്ചതെന്നാ ഞങ്ങൾ കരുതുന്നത്. രഘുവേട്ട, ഇവരെന്തൊക്കെ ഈ പറയുന്നത്? ശിവാനന്ദ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതല്ലേ? നിത്യ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും രഘുവേട്ട ഇത്... സുജാത, താനൊന്നും മിണ്ടാതിരിക്കെ. ശിവാനന്ദ, ജീവന്റെ പ്രവൃത്തികൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിത്യമോളെ. അവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് ഡോക്ടറെ കണ്ട് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഒരാളെ കൊല്ലാനുള്ള മാനസിക കുഴപ്പമൊന്നും അവനില്ല. ഇത് വല്യച്ഛന്റെ മുറിയില് കട്ടിലിനടിയിൽ ഞങ്ങൾക്ക് കിട്ടിയതാ. ഇങ്ങനൊരു സാധനം അവിടെ വെച്ചിരുന്നോ ആന്റി? പ്രായമായവരുടെയും കുട്ടികളുടെയും മുറിയിൽ ഇങ്ങനൊരു കാര്യം ആരും വെക്കാറില്ലല്ലോ. സുജാത ഏട്ടന്റെ മുറിയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നല്ലേ പറയാറ്? എന്നിട്ട് നിങ്ങളിത് കണ്ടില്ലേ? അല്ലെങ്കിൽ എന്തിന് നിത്യമോളിത് കാണാതിരുന്നേ? എനിക്കറിയില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി. ഏട്ടന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിത് അന്വേഷിക്കണമായിരുന്നു. പോലീസ് പരാതിപ്പെടണമായിരുന്നു. ശിവാനന്ദ, എന്റെ ഏട്ടന്റെ മൃതദേഹം ചാരമായി ഒടുങ്ങി. അതിൽ നിന്ന് എന്ത് വന്നാലും തെളിവെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കും. വല്യച്ഛന്റെ മരണത്തിന് ജീവേട്ടന് പങ്കുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റൂ. അല്ലാതെ വല്യച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നോക്ക്, നിങ്ങളുടെ സംശയങ്ങളെ ഞാൻ തള്ളി പറയുന്നതല്ല. സദാനന്ദേട്ടനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിത്യമോളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരവസരം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് താ. അവനെ ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. സുജാതയുടെ കണ്ണീരുണ്ടല്ലോ, അതാണ് ഞങ്ങളെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത്. പിന്നെ ഞങ്ങളുടെ മോൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ ഏട്ടന്റെ ജീവൻ എടുത്തത് നിങ്ങളുടെ മകനാണെങ്കിൽ പിന്നെ ശിവാനന്ദൻ ഒരു കരുണയും കാണിക്കില്ല. അവനെ തീർത്ത് കളയും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.